കരങ്ങൾ കൂപ്പി കണ്ണുകൾ തുറന്ന് കർത്താവിനെ കണ്ട് തിരുസ്നേഹത്തോടെ കർത്താവിനെ ആരാധിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യനാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സങ്കീർത്തകൻ പറയുന്നൊരു കാര്യമുണ്ട്. 73-ാമത്തെ സങ്കീർത്തനം 21-ാമത്തെ വചനം. എൻ്റെ ആത്മാവിൽ കയ്പ് നിറഞ്ഞപ്പോൾ, എൻ്റെ ഹൃദയത്തിന് മുറിവേറ്റപ്പോൾ ഞാൻ മൂഢനും അഞ്ജനുമായി തീർന്നു. ആത്മാവിൽ മുറിവേറ്റ അനുഭവത്തിലൂടെ കടന്നു പോകുന്ന മക്കൾ ഇതിനകത്തുണ്ടാകും. ഹൃദയത്തിന് മുറിവേറ്റ അനുഭവത്തിലൂടെ കടന്നു പോകുന്നവർ ഇതിനകത്തുണ്ടാകും. അതുകൊണ്ട് വല്ലാത്ത ഭാരവും അസ്വസ്ഥതയൊക്കെ ആയിട്ട് നിൽക്കുന്നവർ, ഒന്നും കാണാൻ പറ്റുന്നില്ല, ഒന്നും കേൾക്കാൻ പറ്റുന്നില്ല, ആത്മീയ രഹസ്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാൻ പറ്റുന്നില്ല, ദൈവത്തിൻ്റെ വചനം നമ്മളോട് ഇന്നോളം പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചൊന്നും ഗ്രഹിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് ജീവിതം മാറി. കാരണം എന്താ? അത്രമാത്രം ആത്മാവിൽ കയ്പും ഹൃദയത്തിൽ മുറിവും നിറഞ്ഞിട്ട് ഒന്നും മനസ്സിലാക്കാൻ പറ്റാത്ത അവസ്ഥ. ഒന്ന് ആലോചിച്ചു നോക്കുക. സഭാപ്രസംഗന് പറയുന്നില്ലേ, ഒന്നിലും സന്തോഷം കണ്ടെത്താത്ത ദുർദിനങ്ങൾ ആഗമിക്കും മുമ്പ് യൗവനത്തിൽ നീ നിന്റെ കർത്താവിനെ സ്മരിക്കാൻ. നിന്റെ വലതുകരം കൊണ്ട് ഇപ്പോൾ ഈ മക്കളെ കൈക്ക് പിടിച്ചെഴുന്നേൽപ്പിക്കണമേ. ജീവിതത്തിൻ്റെ പല മേഖലകളിലും വീണുപോയവരാണ് ഇവര്. ജീവിതത്തിൻ്റെ പല വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് മനസ്സ് തളർന്നിരിക്കുന്നവരാണ് ഇവര്. ജീവിതമല്ലാതെ ഇങ്ങനെ ഇവരെ ഞെരുക്കുന്നുണ്ട്, അസ്വസ്ഥപ്പെടുത്തുന്നുണ്ട്. തമ്പുരാനെ, അറിയില്ല ഈ പ്രശ്നം എങ്ങനെ പരിഹരിക്കുന്നു, അറിയില്ല ഈ പ്രതിസന്ധി എങ്ങനെ തരണം ചെയ്യുന്നു, അറിയില്ല എങ്ങനെ മുന്നോട്ട് പോകുന്നു. പക്ഷേ കർത്താവേ, നിനക്കൊരു വഴി തുറക്കാൻ പറ്റുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. കർത്താവേ, ജീവിതത്തിൽ എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് ഒരു നിശ്ചയമില്ലാതെ നിൽക്കുന്ന ചില ജീവിതങ്ങൾ ഈ കൂട്ടായ്മയിലുണ്ട്. കർത്താവേ, ചെങ്കടലിന്റെ മുമ്പിൽ ഇസ്രായേൽ ജനം നിന്നപ്പോ അവരനുഭവിച്ച അതേ ഭാരം അനുഭവിച്ച് നിൽക്കുന്ന മക്കള് ഈ ആരാധനയിൽ പങ്കുചേരുന്നുണ്ട്. കർത്താവേ, ഈ മക്കളുടെ ഈ പ്രശ്നത്തെ അതിജീവിക്കാൻ, ഈ പ്രശ്നത്തിന്റെ നടുവിൽ ഒരു വഴി തുറക്കാൻ, ചെങ്കടലിന്റെ മധ്യത്തിലൂടെ കടന്നു പോകാൻ കർത്താവേ, നിനക്ക് ഈ മക്കളെ അനുവദിക്കാൻ പറ്റും. കർത്താവേ, കരുണ കാണിക്കണമേ. ഈ മക്കൾ കടന്നു പോകുന്ന സകല ജീവിതത്തിന്റെ പ്രതിസന്ധികളുടെ നടുവിൽ ദൈവമേ, നീ വഴി തുറന്നു കൊടുക്കണമേ. നീ തുറന്നു കൊടുക്കാതെ ഇവർക്ക് പോകാൻ പറ്റില്ല. പല ജീവിതത്തിന്റെ വേളകളിലും മേഖലകളിലും ഞങ്ങൾ എത്ര പരിശ്രമിച്ചിട്ടും എത്ര കണഞ്ഞു പരിശ്രമിച്ചിട്ടും കർത്താവെ, മുന്നോട്ട് പോകാൻ പറ്റാതെ വല്ലാത്ത തടസ്സവും പ്രതിസന്ധിയുമായിട്ട് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ ജീവിതത്തിന്റെ എല്ലാ പ്രശ്നങ്ങളും പ്രതിസന്ധികളും കർത്താവെ, നീ ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിട്ടുകൂത്താൻ സാധിക്കുന്ന എല്ലാ മക്കളെ ഈ നിമിഷം മുട്ടുമേലായിരിക്കുന്നു. ദിവ്യകാരുണ്യ ഈശോ നമ്മളെ ആശീർവദിക്കാൻ ഒരുങ്ങുന്ന നിമിഷമാണ്. കർത്താവിൻ്റെ സ്നേഹം നമ്മളിലേക്ക് ഒഴുകിയിറങ്ങട്ടെ. മക്കളെ, നിങ്ങളുടേതായ ചില പ്രത്യേക നിയോഗങ്ങളുണ്ടാകാം. ആ വിഷയങ്ങളെ ചേർത്ത് നിർത്താം, സമർപ്പിക്കാം. ദൈവമേ, നിന്റെ വലിയ കരുണ ഞങ്ങളിപ്പോൾ ആർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്, അവിടെയൊക്കെ ജീവിതത്തിലേക്ക് വർഷിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സ്തുതിച്ച് പ്രാർത്ഥിച്ച് ഈശോയുടെ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം.